ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ല മോനെ. അവൻ്റെ ഇത്രയും പ്രായത്തിനോടോ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. കുഴപ്പമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ല ആയിരുന്നു. ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇല്ല, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോഴും അവിടെ പോകാൻ വരികയും ചെയ്യായിരുന്നു മോനെ. ഇവള് തന്നെ മോനെ പോയത്. അന്നേരം അവൻ ഈ സ്ഥലത്തില്ലല്ലോ, ഇല്ലായിരുന്നു. ആ കുഞ്ഞിൻ്റെ സ്വർണങ്ങളും 40,000 രൂപയും കൊണ്ടാണ് അവള് പോയത്. ഇറങ്ങിപ്പോയത്. കലയെ കാണാതായപ്പോഴത്തേക്ക് ഞങ്ങൾ അറിയുന്നില്ല. അന്നേരം ഇവർക്ക് വേറൊരു പയ്യനുമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഞങ്ങളെല്ലാവരും കണ്ടുപിടിച്ച് അങ്ങനെ ഇവിടുന്ന് പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഇതുമില്ല. പിന്നെ പോയല്ലോ, നമുക്കതിനെപ്പറ്റി അറിയത്തില്ല. പിന്നെ ഇപ്പം ഇവിടെ പോലീസുകാർ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. ഒരു കുഴപ്പവുമില്ല, സന്തോഷത്തെ കഴിഞ്ഞത്. ഒന്നല്ല 3 പേരുണ്ട്. കലയെ ആദ്യമേ കല്യാണം കഴിച്ച ഒരു മോനുണ്ട്. പിന്നെ ഇപ്പം രണ്ടാമത് ഇവള് അങ്ങ് പോയല്ലോ, വേറൊരു പയ്യൻ്റെ കൂടെ പോയപ്പോൾ പിന്നെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അവള് സ്വയമേ അങ്ങ് പോയതാ. അത് നമുക്കറിയത്തില്ല. ഞങ്ങൾ ചോദിക്കും, അവള് വിളിക്കുമെന്ന് ചോദിക്കും, പറയാൻ അറിയത്തില്ല, എവിടാന്ന് പോലും അറിയത്തില്ലെന്ന് പറയും. അവൻ അന്നേരം ഇല്ലല്ലോ. അത് കഴിഞ്ഞ് ഇവള് പോയി കഴിഞ്ഞ ശേഷം അവൻ വന്ന് ഒത്തിരി കരയുകയൊക്കെ ചെയ്തു. പിന്നെ അവിടുന്ന് അച്ഛനാ കല്യാണം രണ്ടാമത് നടത്തിച്ചു കൊടുത്തത്. അത് പൊളിക്കാൻ അതെന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മളെ. എന്താണെന്ന് വെച്ചാൽ മറ്റേ വേറെ പണിയാനുള്ള പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും വേറെ ഒന്നും അത് പണിയാഞ്ഞത്. നല്ല ബന്ധമായിരുന്നു, നല്ല സ്നേഹമായിരുന്നു, ഒന്നുമില്ല. ഇവള് തന്നെ ഇങ്ങനെ സ്നേഹമായിട്ട് ഒരു ചെറുക്കൻ്റെ കൂടെ അങ്ങ് പോയത്. അനിലിൻ്റെ ബന്ധുവാണ്. എൻ്റെ വല്യച്ഛൻ്റെ മോനാ.